എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകനം തേടി ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദയും ഗൗരിമോളും കൂടെ ഹോസ്പിറ്റലിനകത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേനുമാണ് അവിടെ മോഹിനിയും മഹേഷിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ സംസാരത്തിനിടയ്ക്ക് പെട്ടെന്നാണ് മോഹിനിയെ കാഴ്ച കാണുന്നത്. നന്ദയും ഗൗരിമോളും അങ്ങോട്ട് കയറി വരുന്നു. ഈ കാഴ്ച കണ്ടപ്പത്തിന് മോഹിനിക്ക് സഹിച്ചില്ല. അപ്പോഴേക്കും നന്ദ അങ്ങോട്ടേക്ക് വന്നു മഹേഷിന്റെ മുന്നിലേക്ക്. പിന്നീട് അച്ഛാന്ന് വിളിക്കുകയാണ്. ഈ വിളി കേട്ട് കഴിയുമ്പോഴത്തേനും മഹേഷിന് സന്തോഷം കണ്ട് കണ്ണു നിറഞ്ഞു പോയി. മരിച്ചെന്ന് കരുതിയ മരുമോളാണ് മുൻപിൽ വന്ന് നിൽക്കുന്നത്. മഹേഷിന് സന്തോഷവും സങ്കടവും എല്ലാം ഒരുമിച്ചുണ്ടായി. പെട്ടെന്ന് നന്ദ മഹേഷിന്റെ കാൽക്കീഴിലേക്ക് വീണ് അനുഗ്രഹം മേടിക്കുകയാണ്. പിന്നീട് നന്ദയുടെ മോൾക്ക് സുഖമാണെന്ന് ചോദിക്കുക. സുഖം അച്ഛാന്നൊക്കെ പറയണം. ഈ സമയത്ത് നന്ദ ചോദിച്ചു, അല്ല അമ്മ എന്തി അച്ഛാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് മോഹിനി പറഞ്ഞു, അമ്മ ചത്തുപോയി. എന്താ അത് മതിയോന്ന് ചോദിക്കുകയാണ്. അല്ല ചെറിയമ്മ നീ കൂടുതലൊന്നും പറയണ്ട. അവള് വന്നിരിക്കുന്നു. ഒരമ്മേനെ ഒരച്ഛനെയൊക്കെ അന്വേഷിച്ചോണ്ട് ഇത്രയും കാലം നീ എവിടെയായിരുന്നെന്ന് ചോദിക്കുക. തോന്നിയാസം ഇറങ്ങിപ്പോയിട്ട് നിനക്ക് നാണം കൊണ്ടുകൂടി ഇങ്ങോട്ട് കയറി വരാനെന്ന് ചോദിക്കുക. അല്ല ചെറിയമ്മ ഞാനത് പിന്നെ കൂടുതലൊന്നും പറയണ്ടേന്ന് പറയണം. ചെറിയമ്മ ഞാൻ കരുതിയത് മരിച്ചുപോയെന്ന് പറഞ്ഞ ഒരാള് കയറി വന്നു കഴിയുമ്പത്തേനും എല്ലാവർക്കും സന്തോഷമാവുന്ന. ഇപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായെന്ന് പറയാം. മരിച്ചുപോയ ആള് കയറിയുമ്പോ സന്തോഷമാവുന്ന. നീ ഇറങ്ങിപ്പോയ സമയത്ത് നിന്റെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നല്ലോ. ആ കുഞ്ഞെന്തേടി? ആ കുഞ്ഞിനെ നീ കൊണ്ട് കൊന്നു കളഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട മഹേശ്വരൻ മോഹിനിയോട് പറഞ്ഞു, മോഹിനി ഇതൊരു ഹോസ്പിറ്റലാണ്, മിണ്ടാതിരിക്കാൻ പറയണം. ഹോസ്പിറ്റലാണ് പോലും. ദേ മഹേശ്വരട്ടാ, ഇവളെ പോലുള്ള ഒരുത്തിരി ഇവിടെ വെച്ചു വാഴിക്കാനായിട്ട് കൊള്ളത്തില്ലെന്ന് പറയണം. ഇവളെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണമെന്ന് പറയാം. എടി നീ എന്തിനാടി ഇങ്ങോട്ട് വന്നേന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോഴേക്കും ഗൗതം അങ്ങോട്ടേക്ക് വന്നു. ഗൗതം കണ്ടു നന്ദേനേയും ഗൗരിമോളെ. പെട്ടെന്ന് ഗൗതം വന്നിടിച്ചു, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. അത് പിന്നെ ഞാന് നന്ദുവിനെ കാണാൻ, നന്ദുവിനെ ചികിത്സിക്കാൻ. നിന്നോട് ആരുടെ ഇങ്ങോട്ട് പറഞ്ഞ വരാനായിട്ട്? നിന്നെ ആരുടെ ഇങ്ങോട്ട് ക്ഷണിച്ചതെന്നൊക്കെ ചോദിക്കണം. അപ്പോഴേക്കാണ് പിങ്കി അങ്ങോട്ട് റൂമിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അതെ ഞാനാ വിളിച്ചേ, ഞാൻ വിളിച്ചിട്ടാ നന്ദ വന്നേന്ന് പറയാം. നീയോ? അതെ ഞാൻ വിളിച്ചു. എന്റെ നന്ദൂട്ടന് വേണ്ടിയിട്ട്, എന്റെ നന്ദുമോന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചിട്ടാ നന്ദ വന്നേന്ന് പറയാം. ഇത് കേട്ടതും ഗൗതം പറഞ്ഞില്ല, ഞാൻ സമ്മതിക്കില്ല. എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. എന്റെ മോനെ ഇവള് നോക്കണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പം പിങ്കിക്ക് ദേഷ്യം വന്നു. പിങ്കി പറഞ്ഞു, ഗൗതം എന്തൊക്കെയാ പറയണേ? ഗൗതം എന്തേലും ആലോചിച്ചിട്ടാണോ പറയണേ? നമ്മുടെ മോന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പോയി കാല് പിടിച്ചിട്ടാ നന്ദനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അതെന്താ ഗൗതത്തിന് മനസ്സിലാകത്തെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ ഗൗതം പറഞ്ഞു, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി. ഇതേ പിങ്കി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവന്റെ ചികിത്സയ്ക്കായിട്ട് ഞാൻ ലണ്ടനിലേക്ക് ഡോക്ടർമാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ലണ്ടനിലുള്ള ഡോക്ടേഴ്സിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരെത്രയും പെട്ടെന്ന് തന്നെ അതിനൊരു പരിഹാരമൊക്കെ പറഞ്ഞിരും. അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതും പറയും. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും എനിക്ക് പേടിയില്ല. എവിടെ കൊണ്ട് ചികിത്സിക്കണമെങ്കിലും എന്റെ മോനെ ഞാൻ കൊണ്ടുപോകും. പക്ഷെ ഇവളെന്റെ മോനെ നോക്കാൻ പാടില്ലെന്ന് പറയണം. മോഹിനി പറഞ്ഞു, അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കടാ നീ. അവള് വന്നിരിക്കുന്നത് കണ്ടില്ലേന്ന് ചോദിക്കണം. ഈ സമയം നന്ദ പറഞ്ഞു, ഗൗതം സാർ, ഞാൻ പിങ്കി വിളിച്ചിട്ട് മാത്രം വന്നാണ്. അല്ലാതെ എനിക്കൊരു നിർബന്ധമില്ലായിരുന്നു നിങ്ങളുടെ മോനെ ചികിത്സിക്കാൻ വരണമെന്നുള്ളത്. അറിയാലോ, ഈ കുഞ്ഞിനെ കൊണ്ട് ഞാൻ അത്ര ദൂരെ നിന്ന് ഇവിടം വരെ വരണമെങ്കിൽ എനിക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ നന്ദൂട്ടന്റെ കാല് എനിക്ക് ശരിയാക്കാൻ പറ്റുമെങ്കിൽ അതൊരു നല്ല കാര്യമുള്ളൂ എന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നേന്ന് പറയാം. പക്ഷെ ഇങ്ങനെ വിളിച്ചു വരുത്തി അപമാനിക്കേണ്ട കാര്യമില്ലായിരുന്നു പറയണം. പിങ്കി പറഞ്ഞു, സോറി നന്ദാന്ന് പറയണം. വേണ്ട പിങ്കി, ഇനി എനിക്കിപ്പോ ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. ഞാനിവിടെ നിൽക്കുന്നുമില്ല. നിങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല, പിന്നെ ഞാനെന്തിനാ അവനെ നോക്കണേ? വാ ഗൗരിമോളെന്ന് പറഞ്ഞുകൊണ്ട് ഗൗരിമോളുടെ കൈ പിടിച്ചിടം കൂടെ പോവാണ്. ഈ സമയം പിങ്കിക്ക് ഭ്രാന്തളകി. പിങ്കി ഗൗതത്തിനോട് പറഞ്ഞു, ഗൗതം എന്ത് പരിപാടിയെ കാണിച്ചേ? മനസാക്ഷി എന്ന് പറയുന്നത് കാര്യമുണ്ടോ ഗൗതത്തിന്? ഇപ്പൊ ഗൗതത്തിന് മനസ്സ് നിറയെ ഈഗോയാണ്. അതാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിനിടയ്ക്ക് ആ പാവം നന്ദൂട്ടിനെ എന്തിനാ വലിച്ചഴിക്കുന്നത്? നന്ദ ഒന്നും അല്ലേലും അവനെ ചികിത്സിക്കാൻ വരാൻ തയ്യാറായില്ലേ? ഞാൻ ചെന്ന് വിളിച്ചോണ്ട് മാത്രം. അവള് വേറൊന്നും ചിന്തിച്ചില്ല. അവൾ ഒരു ഡോക്ടർ എന്ന നിലയിലാണ് ഇപ്പോഴും കൂടെ വന്നിരിക്കുന്നത്, നമ്മുടെ മോനെ ചികിത്സിക്കാൻ വേണ്ടിട്ട്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഈഗോയം വെച്ച് പെരുമാറി. അതല്ലേ ഇപ്പൊ ഇവിടെ സംഭവിച്ചെന്ന് ചോദിക്കുകയാണ്. പിങ്കി, ഞാനൊന്ന് പറഞ്ഞോട്ടെ? വേണ്ട ഗൗതം ഒന്നും പറയണ്ട. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവന്റെ ഇനി ചികിത്സിച്ച് ഭേദമാക്കണമെങ്കിൽ നന്ദയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അവന്റെ മനസ്സിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ബാധിച്ചിരിക്കുന്നത്. അവന്റെ മനസ്സ് ആദ്യം മാറ്റണം, എങ്കിൽ മാത്രമേ ചികിത്സ കൊണ്ട് ബലം ഉണ്ടാവുള്ളൂ. അത് നന്ദയ്ക്ക് മാത്രമേ കഴിയുള്ളൂന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഈഗോ വെച്ച് പെരുമാറുക. നന്ദുവിന്റെ കാല് ശരിയായില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ഈഗോ ജയിക്കണം. നിങ്ങൾ ആരോടൊക്കെയുള്ള വാശിയും ദേഷ്യവും തീർക്കുകയാണ്. പക്ഷെ ഈ ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, അവസാനം നിങ്ങൾക്ക് പിന്നെ വിപത്ത് മാത്രം വലിച്ചു വെക്കോളൂ എന്നൊക്കെ പറയണം. ഇത് കേട്ടതും ഗൗതം പറഞ്ഞു, പിങ്കി ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല. വേണ്ട, നിങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ട. എന്താന്ന് വെച്ചോ ആയിക്കോ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ വിചാരിക്കണം, നന്ദുവിന്റെ ജീവൻ ഓരോ നിമിഷം അപകടത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. അവന് എഴുന്നേറ്റ് നടക്കാനുള്ള പ്രതീക്ഷകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. മഹേശ്വരൻ പറഞ്ഞു, എടാ മോനെ, നീ ചെയ്ത എന്താണ് ഒട്ടി ശരിയായിട്ടുള്ള കാര്യമല്ല എന്നൊക്കെ അവനോട് പറയണം, ഗൗതത്തിനോട് പറയണം.
പിന്നീട് പിങ്കി മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും നന്ദൂട്ടൻ ചോദിച്ചു, അല്ല ഡോക്ടർ ആൻറ്റി എന്ത് ചെയ്യുന്നു ചോദിക്കാണ്. ഡോക്ടർ ആൻറ്റി എനിക്കറിയാം ഡോക്ടർ ആൻറ്റി വന്നെന്ന് പറയണം. അല്ല മോനെങ്ങനെ? ഞാൻ പുറത്ത് സംസാരം കേട്ടല്ലോ ഡോക്ടർ ആൻറ്റിയുടെ. ഡോക്ടർ ആൻറ്റി വന്നിട്ടുണ്ട്, എനിക്ക് ഡോക്ടർ ആൻറ്റിയെ കാണണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി ആ സംസാരം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. പിങ്കി പറഞ്ഞു, മോനിയാനെ ഇതേ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രൂട്ട്സ് എടുക്കാൻ അങ്ങ് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് നന്ദൂട്ടൻ ബെഡിന് ചാടി എഴുന്നേക്കുവാണ്. ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് കാലുവെച്ച് നടന്നു പോകാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് നന്ദൂട്ടൻ അങ്ങോട്ട് വീണു. പിങ്കിക്ക് സഹിച്ചില്ല. പിങ്കി ഓടി വന്നിട്ട് ഇതെന്താ നന്ദൂട്ടൻ നീ കാണിച്ചെന്ന് ചോദിക്കണം. അങ്ങനെ മോനെ കട്ടിലേക്ക് പിടിച്ച് കിടത്തോണം. അപ്പോഴേക്കും ഡോക്ടറും ഗൗതമും കൂടെ അങ്ങോട്ടേക്ക് വന്നു. എന്താ കാര്യം എന്താന്ന് ചോദിക്കാം. അത് പിന്നെ ഇവൻ പതുക്കെ പുറത്തേക്കൊന്ന് ഇറങ്ങാൻ നോക്കിയതാന്ന് പറയും. എന്തിനാ മോനെ ഇപ്പൊ നീ പുറത്തേക്ക് ഇറങ്ങിയത്? അത് പിന്നെ ഞാൻ ഡോക്ടർ ആന്റിനെ കാണാനാന്ന് പറയാ. ഡോക്ടർ ആന്റിനെ കാണാനോ? അതിന് അവരിവിടെ വന്നോന്ന് ചോദിക്കാം. വന്നു, ഞാൻ ഡോക്ടർ ആന്റി ശബ്ദം കേട്ടാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിങ്കിയോട് ചോദിച്ചു, സത്യമാണോ പറയണേന്ന് ചോദിക്കാം. അതെ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു പറയും. പിന്നെ എന്തുകൊണ്ട് അവരിങ്ങോട്ട് വരാത്തേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗൗതം ഇങ്ങനെ ഒന്ന് നോക്കി പിങ്കിനെ. പിന്നീട് ഗൗതം പറഞ്ഞു, അത് പിന്നെ ഞങ്ങൾ തമ്മിൽ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട്. എന്ത് പേഴ്സണൽ ഇഷ്യൂസാ? നിങ്ങളുടെ മോന്റെ കാര്യം ഗൗതം ഇവിടെ. മോനെ അറിയാലോ, അധികം നാൾ ഇങ്ങോട്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇനി അവന് ഒരിക്കലും ചിലപ്പോൾ എഴുന്നേക്കാൻ പറ്റിയെന്ന് വരില്ല. അവൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റിയെന്ന് വരില്ല. അവന് സ്വപ്നങ്ങളൊന്നും നിറവേറ്റാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഈഗോയൊക്കെ വെടിഞ്ഞ് എത്രയും പെട്ടെന്ന് ആ ഡോക്ടറെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ നോക്ക്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം പിങ്കി പറഞ്ഞു, ഇപ്പൊ സമാധാനമായല്ലോ. നന്ദ വന്നിട്ട് നന്ദനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോ സമാധാനമായല്ലോ. ഇതാ ഞാൻ പറഞ്ഞത്. വെറുതെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ പോയി കാല് പിടിച്ച് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. എന്റെ മോന് സുഖപ്പെടുക എന്നുള്ള മാത്രം എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം, അല്ലാതെ വേറൊന്നും മനസ്സിലില്ല. ഗൗതത്തിന് അറിയാലോ ഞാൻ എത്രമാത്രം ഇവനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഇവനൊരു പോറല് പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയാണ്. ഇത് കേട്ടതും ഗൗതം ഒന്നും മിണ്ടിയില്ല. ഗൗതം ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് പുറത്ത് പിങ്കിയും ഗൗരിയും കൂടെ നിൽക്കണം. അപ്പോഴേക്കും നിർമ്മൽ അങ്ങോട്ടേക്ക് വന്നു. നിർമ്മലിനോട് കാര്യങ്ങളൊക്കെ പറയണേ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നിർമ്മൽ പറഞ്ഞു, ഇനിയിപ്പം എന്ത് ചെയ്യാനാ പ്ലാൻ എന്ന് ചോദിക്കും. പോകാമെന്ന് പറയണം. അല്ല പോകാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഇത്ര ദൂരം ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കാം. അത് പിന്നെ നമ്മുടെ ചികിത്സ അവർ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ട് കാര്യമില്ല നിർമ്മൽ എന്ന് പറയാം. അതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ എങ്കിൽ അവരത് കണക്കാക്കണമായിരുന്നു. ഇത്ര ദൂരെ വന്നു കഴിഞ്ഞതിന് ശേഷം തന്റെ മോനെ ചികിത്സിക്കാനാണല്ലോ എന്ന് ഗൗതം സാറും വിചാരിക്കണമായിരുന്നു. ഇനിയിപ്പോൾ അവർക്കത് ഇല്ലെങ്കിൽ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കേണ്ട, നമുക്ക് ഇറങ്ങിയേക്കാന്ന് പറയണം. ഒരു കാര്യം ഇവിടെ നിൽക്കുക, ഞാൻ പോയൊരു ഓട്ടോറിക്ഷ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മൽ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് ഗൗരിമോള് ചോദിച്ചു, അല്ലമ്മേ നമ്മൾ നന്ദൂട്ടനെ കാണാതെ പോവാണോന്ന് ചോദിക്കണം. അത് പിന്നെ നമുക്ക് പിന്നെ കാണാന്ന് പറയണം. അതെന്താ ഇവിടം വരെ വന്നിട്ട് നന്ദുവിന് ചികിത്സിക്കണ്ടേന്ന് ചോദിക്കണം. അതെ നന്ദുവിന് ചികിത്സിക്കാൻ വേറെ ഡോക്ടറുണ്ട്, ഇപ്പൊ അമ്മയല്ലേ ഇനി ചികിത്സിക്കാൻ പോണേന്ന് പറയണം. ഇത് കേട്ടതും ഗൗരിമോൾക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോഴേക്കാണ് ഗൗതം അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ഗൗതം വന്നിട്ട് നന്ദയോട് ചോദിച്ചു, നന്ദ എന്നോട് ക്ഷമിക്കണം എന്ന് പറയണേ. എന്ത് ക്ഷമിക്കാനായിട്ട്? നന്ദ പോവരുമെന്ന് പറയണം. പോവരുമെന്നോ? നിങ്ങൾ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? നിങ്ങൾക്ക് തോന്നുമ്പോ നിങ്ങൾ പറയുന്ന പോലെയൊക്കെ അനുസരിക്കാൻ ഞാൻ ആരാ നിങ്ങളെ? നിങ്ങൾ കീ കൊടുക്കുന്ന അനുസരിച്ച് കടന്ന് ചാടത്തുള്ളാനിട്ടും അറിയാണെന്നിട്ടും എന്നെ കിട്ടത്തില്ലെന്ന് പറയണം. ഇത് കേട്ടൻ ഗൗതം പറഞ്ഞു, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ, സോറി. നന്ദ വന്ന് നന്ദുവിനെ ചികിത്സിക്കണം എന്ന് പറയണം. എന്ന് പറയാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നേ? കുറച്ചു മുമ്പേ നിങ്ങളുടെ കാലിഞ്ചോട്ടിയെ നിന്നാണ് അറിയാലോ. പക്ഷേ എങ്കിൽ അപ്പം നിങ്ങൾ എന്നെ ചവിട്ടി തേക്കുകയോ ചെയ്തേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാ ഗൗരിമോളെന്ന് പറഞ്ഞുകൊണ്ട് നന്ദ ഗൗരിയുടെ കൈയും പിടിച്ചങ്ങ് പോകാൻ തുടങ്ങുമ്പോഴത്തേനും പെട്ടെന്ന് ഗൗതം ആ കയ്യിലേക്ക് കയറി പിടിക്കുകയാണ് നന്ദയുടെ. നന്ദ ഒരു നിമിഷം ഞെട്ടിപ്പോയി. പെട്ടെന്ന് എന്തോ നന്ദയ്ക്ക് വല്ലാത്ത ഫീലിങ്സ് ഒക്കെ തോന്നി. ഈ സമയം ഗൗതം പറഞ്ഞു, സോറി നന്ദ, എത്ര വേള സോറി പറയാന്ന് പറയണം. എന്നോട് ക്ഷമിക്ക്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അവസ്ഥ അതായിരുന്നു. ഒരു പക്ഷേങ്കിൽ ഞാനത് മനസ്സിലാക്കിയില്ല, അതുകൊണ്ടാണ് ഞാൻ ക്ഷമ അയച്ചതെന്നൊക്കെ പറയണം. ഈ സമയം ഗൗതം നന്ദയോട് പറഞ്ഞു, അത് കാര്യം ചെയ്യുക, എനിക്ക് അല്പം സ്വകാര്യമായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. പിന്നീട് ഗൗരിയോട് പറഞ്ഞു, മോൾ ഒരു കാര്യം ചെയ്യാം, മോൾ അപ്പുറത്ത് വരുന്ന കളിക്കാനായിട്ട് ഗൗതം പറയണം. ഈ സമയത്ത് ഗൗരി പോകാൻ കൂട്ടാക്കില്ല. അപ്പോഴേക്കും നന്ദ പറഞ്ഞു, മോള് പോയി കളിക്കാനൊക്കെ പറയണം. അങ്ങനെ ഫോണുമായിട്ട് ഗൗരി മോൾ ആ സൈഡിലേക്ക് പോയിരിക്കുകയാണ്. പിന്നീട് ഗൗതത്തിനോട് നന്ദ ചോദിച്ചു, എന്താ ഗൗതത്തിന് എന്നോട് പറയാനുള്ളത്? എന്ത് കാര്യമാണെങ്കിലും തുറന്നു പറ, എനിക്ക് അധികം സമയമില്ല, ഇപ്പൊ തന്നെ ഞാൻ പോകും, എനിക്കുള്ള വാഹനം ഇപ്പൊ വരുമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം പറഞ്ഞു, അത് പിന്നെ നന്ദു എൻ്റെ മോനാന്ന് പറയണം. അതാണോ? അതെനിക്കറിയാവുന്ന കാര്യമല്ലേന്ന് ചോദിക്കണം. അങ്ങനെയല്ല, എൻ്റെ ചോരയല്ലെന്ന് പറയണം അവര്. എൻ്റെ മിങ്ങയുടെയും ചോരയല്ല, ഞങ്ങളുടെ മകനല്ല അവനെ ഞാൻ ഓർഫനേജിൽ ദത്തെടുത്താന്ന് പറയണേ. ദത്തെടുത്തോ? അതെ, എൻ്റെ മോൻ പോയതിന് ശേഷം ഞാൻ ആപ്പാടെ ഡിപ്രഷനിലായിരുന്നു. പിന്നീട് ഞാനൊരു കുഞ്ഞിനെ ദത്തെടുത്തു. ഇവനുണ്ടെങ്കിൽ മാത്രം എൻ്റെ ജീവിതം നിലനിൽക്കോളം എനിക്ക് തോന്നി, അതുകൊണ്ടാന്ന് പറയണേ. ഇത് കേട്ടപ്പം നന്ദ ഒരു നിമിഷമൊന്നും ഉണ്ടായിരുന്നു. പിന്നീട് ഗൗതം പറഞ്ഞു, നന്ദയ്ക്ക് വിശ്വാസമാവുമല്ലോ ആവുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേങ്കിൽ ഇത് നന്ദുവിന് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല, അവനൊരു ഓർഫനാന്നുള്ള കാര്യമൊക്കെ. പക്ഷെ ഒരു കാരണവശാൽ അവനിത് അറിയാനായിട്ട് പാടില്ല. ആ ഒരു ഉപകാരമെങ്കിലും നന്ദ എനിക്ക് ചെയ്തു തരണമെന്ന് പറയണം.
എൻ്റെ മോനെ ചികിത്സിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേന് നന്ദയ്ക്കും ഭയങ്കര വിഷമമൊക്കെ വന്നു. നന്ദ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. പിന്നീട് ആലോചിച്ചിട്ട് പറഞ്ഞു, അതെ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ ഞാൻ എന്ന് ആലോചിക്കട്ടെ എന്ന് പറയണം. അപ്പോഴേക്കും നിർമ്മൽ അങ്ങോട്ടേക്ക് വന്നു ഓട്ടോയ്ക്ക് വിളിച്ചോണ്ട്. ആ സമയം നിർമ്മലിന്റെ അടുത്ത് എന്നിട്ട് നന്ദ പറഞ്ഞു, അതെ, നമ്മുടെ പ്രോഗ്രാമിന് ചെറിയൊരു ചേഞ്ച് ഉണ്ടെന്ന് പറയണം. നമ്മൾ പോക്കി ക്യാൻസൽ ചെയ്തു, നന്ദുവിനെ ചികിത്സിക്കണം എന്ന് പറയണം. ഇത് കേട്ടത് നിർമ്മലിന് സന്തോഷമായി. പിന്നീട് നന്ദ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, അവിടെ ചെന്ന് കഴിയുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ഏർപ്പാടാക്കാം, അതൊക്കെ അങ്ങനെ ചെയ്യണമെന്ന് പറയണം. ഹോസ്പിറ്റലിൽ ചെന്ന് ലീവിന് അപ്ലൈ ചെയ്യണം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോൺ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മലിന്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ വാങ്ങി നന്ദ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഈ സമയം സമനില ഏറ്റുപോലെയാണ് ഗൗതം നിൽക്കുന്നത്. ഗൗതത്തിന്റെ മനസ്സിലേക്ക് നിർമ്മലും നന്ദയും കൂടെ ആ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന രംഗമൊക്കെ മനസ്സിലേക്ക് വരുവാണ്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ വല്ലാത്ത ടെൻഷനായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. തന്റെ കൺമുന്നിലാണെങ്കിൽ നടക്കണേ. അവർ രണ്ടുപേരും ഇങ്ങനെ വർത്താനം പറയുന്ന പോലും നന്ദയും നിർമ്മലും കൂടെ വർത്താനം പറയുന്ന പോലും ഗൗതത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഏർപ്പാടാക്കിയതിന് ശേഷം അവരകത്തേക്ക് വരുവാണ്. ഈ സമയത്ത് പിങ്കിയും മഹേശ്വരനും മോഹിനിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മോഹിനി പറഞ്ഞു, നന്ദ അവൾ എന്തിനാ പോലും ഇങ്ങോട്ടേക്ക് വന്നേ, അവളെ പറഞ്ഞു വിട്ടാൽ നന്നായെന്ന് പറയാണ് ഗൗതം. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, ഒരിക്കലും നന്നായില്ല. കാരണം നന്ദ ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ മോനെ അസുഖം ഭേദാവുന്ന എനിക്ക് കുറച്ച് വിശ്വാസം ഉണ്ടെന്ന് പറയണം. അപ്പോഴേക്കുമാണ് ഗൗതം നന്ദയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നേ. അവർ മൂന്നുപേരും വരുന്ന കണ്ടപ്പോഴത്തേനും പിങ്കിക്ക് സന്തോഷമായി. പിന്നീട് ഗൗതത്തിനെ കണ്ടത് മോഹിനി പറഞ്ഞു, എന്താ ഗൗതം, നീ എന്തിനാ പിന്നെ ഇവളെ തിരിച്ചു വിളിച്ചോണ്ട് വന്നേന്ന് ചോദിക്കാം. അത് പിന്നെ എൻ്റെ മോന്റെ കാര്യം നോക്കണ്ടേന്ന് ചോദിക്കും. മോന്റെ കാര്യം ഇനി എന്തിനാ അവന്റെ കാര്യം നോക്കണേ, അവന്റെ കാര്യം നോക്കാണ്ട് വേറെ ഡോക്ടേഴ്സ് ഇല്ലേന്ന് നിൽക്കും. അതല്ല ചെറിയമ്മേ, എൻ്റെ മോന്റെ കാര്യം നോക്കണ ഞാനാണ്. അവന്റെ കാലം എത്രയും എടുത്ത് സുഖപ്പെടണമെങ്കിൽ നന്ദ ഇവിടെ വേണം, അതുകൊണ്ടാന്ന് പറയണം. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ ചേർന്നിട്ടുള്ള കളിയല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണമെന്ന് പറയണേ. ഇത് കേട്ട പിങ്കി പറഞ്ഞു, എൻ്റെ മോനെ നന്ദ ചികിത്സിക്കൂ എന്ന് പറയണം. ഗൗതം പറഞ്ഞു, അതെ, നന്ദ തന്നെ ചികിത്സിക്കട്ടെ എന്ന് പറയണം. നന്ദയ്ക്ക് സന്തോഷമായി. ഇത്രയെങ്കിലും പറഞ്ഞല്ലോ തനിക്ക് വേണ്ടിയിട്ട് എന്നൊരു ചിന്ത നന്ദയുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് മോഹിനി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നന്ദുവിനെ ചികിത്സിക്കോ എന്ത് വേണം ചെയ്തോളാം പറയാണ്. ഇത് കേട്ട ഗൗതം പറഞ്ഞു, എന്താ അങ്ങനെയൊക്കെ പറയണേ, നന്ദു എൻ്റെ മോനിലേന്ന് ചോദിക്കും. ഇത് കേട്ട മോഹിനി, ഞാനൊന്നും കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറയണ. എന്താ ബാക്കിയും കൂടെ പറ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് ഗൗതം മോഹിനിയോട്. ഈ സമയം മോഹിനി പറഞ്ഞു, നന്ദ ഇനി നോക്കായിരിക്കും, എന്ത് വേണം ചെയ്തോട്ടെ, അതൊന്നും പ്രശ്നമല്ല. പക്ഷെ ഒരു കാരണവശാലും ഇവൾ ഇന്ദീവരത്തിലേക്ക് കടന്നു വരാൻ പാടില്ലെന്ന് പറയണം. ഇന്ദീവരത്തിന്റെ പടി ചവിട്ടരുത് ഈ നന്ദ എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ നന്ദ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കേട്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.